ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നലെ നമ്മൾ കമ്പാരിസനെ കുറിച്ച് കേട്ടല്ലേ. ഈ കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ ചില രീതിയിൽ നല്ലതാണ്, എന്നാൽ ചില സമയത്ത് ഈ കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ ഡെത്ത് ഓഫ് നമ്മുടെ ഹാപ്പിനെസ് ആൻഡ് ജോയ് ആണ്. അതായത് നമ്മൾ നമ്മളെ തന്നെ കൂടുതൽ ഫോക്കസ് ചെയ്യാതെ മറ്റുള്ളവരെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ സന്തോഷവും ഹാപ്പിനെസ്സും ആണ് പലപ്പോഴും അവിടെ നഷ്ടപ്പെട്ടു പോകുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, നമ്മുടെ ശരീരത്തിൽ പല ബോഡികളുണ്ട് അല്ലെ. നമുക്ക് കൈയുണ്ട്, കാലുണ്ട്, മുക്കുണ്ട്, പല അവയവങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. എന്നാൽ നമ്മളൊരു ആപ്പിൾ കഴിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമ്മൾ കൈകൊണ്ട് അതെടുത്ത് വാഗൊണ്ടാണ് ടേസ്റ്റ് നോക്കുന്നത്. അപ്പൊ കൈയോട് അത് നോക്കിക്കഴിഞ്ഞിട്ട് നമ്മളോട് പറയണം, ഓക്കെ, എടുത്ത ആപ്പിളിന്റെ ടേസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ കൈക്ക് അതിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. എന്നാൽ ആ ഒരു ആപ്പിൾ രുചിച്ചറിയാനുള്ള കഴി നമ്മുടെ നാവിന് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ നാവിലേക്ക് എത്തിക്കാൻ നമ്മുടെ കൈയുടെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയെ അങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ഓരോ അവയവത്തിനും ഓരോ ഫംഗ്ഷനാണ് നമുക്ക് കൂടുതലും ആയിട്ടുള്ളത്. അത് ഒരു വേറൊരു അവയവത്തെ കുറിച്ച് ചെയ്യാനെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. അതുപോലെ തന്നെയാണ് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും തന്നിരിക്കുന്ന ടാലൻസുകളും കഴിവുകളും വ്യത്യസ്തമായ കഴിവുകളാണ് നമുക്ക് ഓരോരുത്തർക്കും ഓരോ വ്യക്തികൾക്കും തന്നിട്ടുള്ളത്. അപ്പം കൈ തരുന്ന ഫംഗ്ഷന് ഒരു കാലിനെ കൊണ്ട് ചെയ്യാനായിട്ട് പലപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ ചെയ്യാൻ പറ്റും, പക്ഷെ ഇറ്റ് ഈസ് എ ഡിഫിക്കൽട്ട് ടാസ്ക് ആയിട്ട് അതിലേക്ക് ഒരു വിജയത്തിലേക്ക് എത്താനായിട്ട് സാധിക്കത്തില്ല. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കഴിവ് എന്താണോ അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകുവാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷവും സമാധാനവും കിട്ടാനൊക്കെ ആയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഓരോ ജോലികൾക്കും അതിൻ്റെതായ ഹാപ്പിനെസ്സും അതിൻ്റെതായ അന്തസ്സും എല്ലാമാണ് ഉള്ളത്. അല്ലാതെ ഒരു പ്രൊഫഷൻ മറ്റൊരു പ്രൊഫഷനേക്കാൾ വലുതല്ല. അത് നമ്മളുടെ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുള്ള ഒരു ചിന്തയാണ്. ഓക്കെ, ഇന്ന പ്രൊഫഷൻ ഉള്ളവരാണ് വലിയ ആൾക്കാർ, എന്നാൽ ഇന്ന പ്രൊഫഷൻ ഉള്ളവരുടെ ജോലിയിലുള്ളവരാണെങ്കിൽ അവരെ ഒത്തിരി ഹൈ സ്റ്റാൻഡേർഡ് അല്ല. അങ്ങനെ ഹൈ ക്ലാസ്, മിഡിൽ ക്ലാസ്, ലോ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള കൂടുതൽ ഒരു തരതിരിവ് നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാൻ യൂറോപ്പിലേക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ കാണുന്നതാണ്, ഏത് രീതിയിൽ പ്രൊഫഷണൽ ചെയ്യുന്നവരെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യുന്നതും ഒരുപോലെ കൺസിഡർ ചെയ്യുന്നതും ഉണ്ട്. ഓരോ ജോലിക്കും അതിൻ്റെതായ ഒരു അന്തസ്സും അതിൻ്റെതായ ഒരു കഴിവുകളും എല്ലാം ഉണ്ട്. അപ്പം എല്ലാവർക്കും എല്ലാ ജോലികളും ചെയ്യാനായിട്ട് സാധിക്കണമെന്നില്ല. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന കഴിവുകൾ എന്തൊക്കെയാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ആദ്യം ശ്രമിക്കുക. എന്നിട്ട് അതിൽ മാസ്റ്ററായിട്ട് ആകുവാനൊക്കെ ആയിട്ട് ശ്രമിക്കാം. അപ്പൊ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് മുമ്പ് ബൈ, ഗോഡ് ബ്ലസ് യു ഓൾ.